പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? 15 കൊല്ലം. 15 കൊല്ലം. എന്റെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് കല്യാണം മുടക്കലേരുണ്ടായിരുന്നു. ഒരുപാട് ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഈ 15 കൊല്ലത്തിന് ശേഷം അന്ന് ആ കല്യാണം മുടക്കിയ ആളുകള് ഇന്ന് എന്നോട് വന്നിട്ട് പറയണ പൈസലെ ഞങ്ങളുടെ അടുത്തൊരു തെറ്റ് പറ്റിയടാ, എന്റെ കല്യാണം മുടക്കിയതില് ഞാനുണ്ടായിരുന്ന ഒരാൾ പറയുകയാണെങ്കിൽ ഇയാളെന്തായാലും ചെയ്യോ? ഞാന് നമ്മളെ പഴയ പഠിപ്പിച്ച ടീച്ചർമാരായിരുന്നു. കാരണം ടീച്ചർമാര് പറയില്ല, അന്ന് നമ്മളോട് പറയില്ല പഠിച്ചോളി മക്കളെ, പഠിച്ചോളി മക്കളെ, പഠിച്ചോളി മക്കളെ. അതേമാതിരിയാണ് ചിന്തിക്കുക. അതാണ് കാരണം. എന്താണെന്നറിയ, അന്ന് നമുക്ക് തോന്നും നമ്മളെ കല്യാണം മുടക്കുന്നവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ശത്രുക്കളാണ്. സത്യത്തിൽ അവർ നമ്മളെ മിത്രങ്ങളെ. കാരണം എന്താണെന്നറിയ, നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മളെ മരണം വരെ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന നമ്മളെ സന്തോഷവും നമ്മുടെ ആ സമാധാനവും നമ്മുടെ ആ ഫ്രീഡം ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മളെ മരണം വരെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിരുന്ന നമ്മളെ യഥാർത്ഥ മിത്രങ്ങള്, ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിച്ചിരുന്നവരായിരുന്നു അന്ന് നമ്മളെ കല്യാണം മുടക്കുന്ന ആളുകള്. പക്ഷെ പല ആളുകളും അന്ന് നമുക്കത് അറിയില്ല. കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ് നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മനസ്സിലാവില്ല. ആ മഹാമാര് മോഡിജി, അതുപോലെ തന്നെ വാജ്പേയി, അബ്ദുൽ കലാം ആസാദ്, രാഹുൽ ഗാന്ധി, അതാണ് അതിന്റെ വ്യത്യാസം.